നളപാചകത്തിന്റെ കൈപുണ്യവുമായി ശ്രീനാരായണ ഹോട്ടൽ ഇരിട്ടി കീഴൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം നിർവഹിച്ചു. അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഇരിട്ടിയിലേക്ക് കൂത്തുപറമ്പിന്റെ ഹൃദയവും വയറും നിറച്ച ശ്രീനാരായണ ഹോട്ടൽ എത്തിയിരിക്കുകയാണ്. ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ കീഴൂരിലാണ് ശ്രീനാരായണ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി ഉസ്മാൻ, കൌൺസിലർമാരായ ടി ഫാസില, NK ഇന്ദുമതി, P രഘു, ജയലക്ഷ്മി, ഇരിട്ടിയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിറസാന്നിധ്യങ്ങളായ സക്കീർ ഹുസൈൻ, വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. കോയിയോടൻ മനോഹരൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മത്സ്യവിഭവങ്ങളുടെ കലവറയാണ് ഹോട്ടൽ ശ്രീനാരായണ. ഫ്രീസർ ഉപയോഗിക്കാത്ത ഹോട്ടൽ. തനത് രുചിക്കൂട്ടുകളാണ് ശ്രീനാരായണയുടെ പ്രത്യേകത. മനോജ് കുമാർ, റഷീദ് കോട്ടയംപോയിൽ, പ്രസാദ്, സുനീഷ് എന്നിവർ ചേർന്നാണ് ശ്രീനാരായണ ഹോട്ടൽ ഇരിട്ടിക്ക് സമ്മാനിച്ചത്. ശ്രീനാരായണ ഇന്ന് 18-ാം തീയതി റഷീദ് ഭായി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ഒരു 4-5 വർഷമായി നമ്മൾ ഏകദേശം ഒരു കൂത്തുപറമ്പ് തൊക്കലങ്ങാടിയിൽ നമ്മുടെ ഹോട്ടലിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും. ഞങ്ങളുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഫിഷ് വിഭവങ്ങളും കൂടുതലും പിന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. 20ഓളം ഐറ്റംസ് നമ്മൾ ഫിഷ് ഫ്രൈ, സീ ഫുഡിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മട്ടനും ചിക്കൻ അത് വേറെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ, ഒറിജിനൽ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മസാല ഐറ്റംസും അങ്ങനെ ചേർന്നിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനേക്കാളെല്ലാം ഉപരി നമ്മൾ ഇന്നുവരെ ഫ്രിഡ്ജ്, അതായത് ഫ്രീസർ എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു 4-5 വർഷമായിട്ട് വിത്തൗട്ട് ഫ്രിഡ്ജിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മത്സ്യമാണെങ്കിലും രാവിലെ പർച്ചേസ് ചെയ്ത് അന്ന് ഉപയോഗിക്കുന്ന നമുക്ക് ആവശ്യത്തിനുള്ള മത്സ്യങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യും.
അത് അന്ന് തന്നെ ഫ്രഷായിട്ട് ഒന്നും ബാലൻസ് വരില്ല. അതെ, ബാലൻസ് വരാത്ത രീതിയിൽ ഞങ്ങൾ യൂസ് ചെയ്തു. മസാലകളാണെങ്കിലും പിന്നെ കൃത്രിമമായ രസക്കൂട്ടുകളൊന്നുമില്ല. നമ്മൾ സാധാരണ നാച്ചുറായിട്ടുള്ള പിന്നെ മുളക് വാങ്ങിച്ച് പൊടിച്ച് അങ്ങനെ അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് അങ്ങനെയാണ്. പിന്നെ മറ്റുള്ള ഓയിലുകളൊന്നും നമ്മൾ ഉപയോഗിക്കാറ്. പിന്നെ നമ്മളൊരു പ്രത്യേകത, നമ്മൾ ഈ വർഷം കുട്ടനാടി 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നത് ലൈവ് കിച്ചണിലൂടെ ഉപഭോക്താവിന് കാണുവാൻ സാധിക്കും. കൂത്തുപറമ്പിൽ രുചികരമായ ഭക്ഷണങ്ങൾ നൽകി 4 വർഷം കൊണ്ട് ഒരു നാടിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ശ്രീനാരായണ ഹോട്ടലിനെ ഇരിട്ടി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. രാവിലെ 10 മണിക്ക് തന്നെ ശ്രീനാരായണ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമ്മുടെ ഇരിട്ടിയുടെ ഹൃദയഭാഗത്ത് കീഴൂരിൽ തന്നെയാണ് ഈ ഹോട്ടൽ നടക്കുന്നത്. നല്ല ഭക്ഷണം കൊടുത്ത് എല്ലാ നാട്ടുകാരെയും ആകർഷിക്കുന്ന തരത്തിലേക്ക് നല്ല ഉന്നതിയിലെത്താൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. എല്ലാവരുടെയും നല്ല ഭക്ഷണം കിട്ടിയാൽ ഏത് സ്ഥലമായാലും പരതി പോയി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥിതിയാണുള്ളത്. അതിന് ഈ ഹോട്ടലിൽ നല്ല നിലയിൽ പ്രവർത്തിക്കാനും നല്ല സഹകരണത്തോടെ മുന്നേറാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കും സ്വാദിഷ്ടമായ ഭക്ഷണം 100% വൃത്തിയോടെ മനസ്സു നിറച്ചു കഴിക്കാൻ ഹോട്ടൽ ശ്രീനാരായണ.